വീഡിയോ ചെയ്യണമെന്ന് ഒരു 10 വട്ടം ആലോചിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, എന്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ ഒരിക്കൽ വിഷ്ണുമായ സ്വാമിയെ കുറിച്ച് ഒരു റീല് കണ്ടു. ഒരു ഡിവോഷണൽ വീഡിയോ എന്നതിനപ്പുറം സ്വാമിയുടെ പേരും പടവും വെച്ചുകൊണ്ട് ആരൊക്കെയോ വെല്ലുവിളിക്കുന്ന ഒരു റീലായിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. ചിലപ്പോൾ എന്റെ തോന്നലാവൂട്ടാ. ആ ഒരു വീഡിയോ 1-2 തവണ കണ്ടേ പിന്നെ എന്റെ ഫീഡിൽ ഫുള്ള് അതേപോലത്തെ വീഡിയോകളായിരുന്നു. ശത്രുക്കളെ വകവരുത്തണ സ്വാമി, വഴിപാട് കൃത്യമായി ചെയ്തില്ലെങ്കിൽ വേരോടെ മനുഷ്യരെ നശിപ്പിക്കണ സ്വാമി, ഇഷ്ടക്കേട് കാണിക്കണവർക്ക് പണി കൊടുക്കണ സ്വാമി, അങ്ങനെ 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 നീളണം. വളരെ ചെറുപ്പം മുതലേ ഭഗവാനെ കണ്ടും കേട്ടും അറിഞ്ഞും നടന്നവർക്ക് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഭയങ്കര വിചിത്രമായി തോന്നിയേക്കാം. നമ്മളെ കാത്തു രക്ഷിക്കണ ആള് എന്താപത്തുണ്ടെങ്കിലും വിഷമുണ്ടെങ്കിലും പോയി കണ്ട് പ്രാർത്ഥിച്ചാൽ മനസ്സിനൊരു ആശ്വാസം കിട്ടണ ഒരിടം എന്നതിലുപരി ഭഗവാനെ വെച്ച് വെല്ലുവിളിച്ചും ഓരോ കോപ്രായങ്ങൾ കാട്ടിയും ഭൗതിക ലാഭങ്ങൾ ഉണ്ടാക്കുന്നതിനോട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്യ്. പൊന്നുണ്ണി വിഷ്ണുമായ ചാത്ത വിഷ്ണുമായ ചാത്ത വിഷ്ണുമായ ചാത്ത വിഷ്ണുമായ ചാത്ത എന്ന് 3 പേരും 3 പേരും കൂട്ടി പേര് വിളിച്ചു കാണുന്ന പോ